പക്ഷെ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നൊക്കെ കടന്ന കൈയായി പോയില്ല എന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, MD സ്വന്തമായിട്ട് എഴുതുന്നത് ഒരു തെറ്റാണോ? തഗ് ഇത് കൊള്ളാം. പക്ഷെ പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് നമ്മൾ കൂടെ ഇരുന്നുകൂടെ എന്നുള്ളതാണ്. എന്തിന് അത്ര സമയം വേണ്ടല്ലോ എനിക്ക് തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യാൻ? അതാണ് പ്രശ്നം. Okay. എന്റെ എഡിറ്റർ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന എഡിറ്റിംഗ് ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്യും. കാരണം അവൻ ചെയ്യുന്നതിന് എത്ര കൊല്ലം മുമ്പ് പണി തുടങ്ങിയതാ ഞാന്. തന്നെയല്ല ഈ സ്ഥലം മുഴുവൻ കണ്ടത് ഞാനല്ലേ. അതിന്റെ ക്രമം എനിക്കല്ലേ അറിയൂ. നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നത് ഈ പെർഫെക്ഷനോട് കൂടി ചെയ്ത അല്ലെങ്കിൽ ആ യുണീക്നെസ് ഉള്ള ആ സഞ്ചാരത്തിന്റെ പേരിലാണ് പ്രധാനമായിട്ട് ചോദിക്കണേ. പുള്ളി ഒരു മഹാ സംഭവം തന്നെയാണ്. പുള്ളിക്ക് അറിയാം എവിടെയൊക്കെ എഡിറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് പുള്ളിയാണ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളി ഇതിലായിട്ടും സഫാരി എന്ന ചാനലുകൊണ്ട് ഇതുവരെയായിട്ട് ഒരു പരസ്യം ആഡ് ചെയ്തിട്ടില്ല. കാരണം കോടികളുണ്ടാക്കാം. ഒരു ഇതിന്റെ പ്രൊമോഷൻ പോലും കൊടുക്കുന്നില്ല. അപ്പോൾ പുള്ളിയുടെ റേഞ്ചൊക്കെ ആണെങ്കിൽ അത് ഞങ്ങളുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ മാസിക. പുള്ളി ആ മാസിക, കാസറ്റ്, പുള്ളിക്ക് അറിയാത്ത രീതികളൊന്നും, ആ ഓരോ രീതികളും നമുക്ക് ഒട്ടും നമ്മളാ പുള്ളിയെ സഞ്ചാരം CD കണ്ടവർക്കൊക്കെ അറിയാം. നമ്മളൊക്കെ എങ്ങനെ ഒരു നാട് പോയി ഇങ്ങനെ കാണും. നമ്മളത് നോക്കി കാണുന്ന പോലെ ഒപ്പിയെടുത്ത് വെച്ചേക്കാണ് ആ മനുഷ്യൻ്റെ ഒരു സഞ്ചാരം എന്നുള്ള പ്രോഗ്രാമുകൾ ഓരോ രാജ്യത്തിൻ്റെ. അതൊക്കെ പുള്ളിയെ കൊണ്ടാണ് പറ്റുള്ളൂ. കറക്റ്റായിട്ട് ആ വിവരണങ്ങൾ, ആ എവിടെയൊക്കെ പോയി എവിടെയൊക്കെ വരുന്നു, കറക്റ്റായിട്ട് പുള്ളിക്ക് അത് പറ്റുള്ളൂ. വേറൊരാൾക്ക് അങ്ങനെ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. വേറൊരു സഞ്ചാര വീഡിയോകളായിട്ട് ചെയ്യുന്നവരുണ്ട്, യൂട്യൂബേഴ്സായിട്ട്. പക്ഷെ പുള്ളിയെപ്പോലെ അത്ര പെർഫെക്ഷൻ ആയിട്ടൊരു വ്യക്തി ഇല്ല.